നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ? ഉച്ചയ്ക്ക് എന്തായിരുന്നു കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നത്? ഏതായാലും ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ ദിവസം മട്ടൻ കറിയാണ്. ഇന്നലത്തെ 1 കിലോ ചിക്കൻ അത് 18 കഷ്ണങ്ങളാക്കി മുറിച്ച് അവിടെ അനുമോള് നന്നായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. പക്ഷേ ഓഫ് കോഴ്സ് ജിസേലും ഷൈത്തിയും വെജിറ്റേറിയൻസ് ആണ്, അവർ കഴിക്കത്തില്ല. ഇന്നത്തെ ദിവസം മട്ടൻ കറിയാണ്. മട്ടൻ കറി ഇത് കണക്ക് നന്നായിട്ട് കറിയൊക്കെ വെച്ച് തകർത്ത് കൊടുക്കുന്നുണ്ട്, വിളമ്പുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഉപ്പുമാവ് അനുമോൾക്കും ആദില നൂറ ഇവർക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു രീതിയിൽ അനുമോള് നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ച എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കാരണം ഞാനത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. അത് ഇപ്പം പെണ്ണുങ്ങളുടെ മാത്രം ജോലി എന്നൊന്നുമല്ല, ആണുങ്ങളും നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയുമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറയുന്ന എല്ലാ മസാലക്കൂട്ടുകളും അതിന് പറ്റിയ എല്ലാ ചേരുവകളും ഒന്നും ബിഗ് ബോസ് ഹൗസിലില്ല. അങ്ങനെ ഇരിക്കെ അത് എന്നിട്ടും അത് അടിപൊളിയാക്കി ഒരു മട്ടൻ കറി അവിടെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അനുമോളുടെ കരച്ചില് അനുമോളുടെ വീക്ക്നെസ് അല്ല, മെന്റലി അനുമോള് സ്ട്രോങ് ആണ്. അത് ആ ഒരു അക്ബറും അപ്പാനിയുമായിട്ട് ഇന്നലെ നടന്ന വഴക്കിലും എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനകത്തൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അനുമോളാണ് ഈ കൂട്ടത്തിൽ ഈ സീസണിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥി. ഇതെനിക്ക് പറയുന്നതിന് യാതൊരു മടിയും തോന്നുന്നില്ല. അപ്പോൾ ഇന്നലെ റെന ഫാത്തിമ കിച്ചണിൽ പോയി ഉണ്ടാക്കിയ അടികളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കിച്ചൺ അടികളൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവരെല്ലാവരും അവിടെ ഇവിടെ മാറി മാറി ഇരുന്ന് സെറ്റുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചോറും കറിയും എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം രാവിലെ ഉപ്പില്ലാത്ത ഉപ്പുമാവ് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും നല്ല കുശാലായിട്ട് കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ജിസേലിനും ഷൈത്തയ്ക്കും വേണ്ടിയിട്ടുള്ള ഡാല് കറിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അനുമോൾ അവിടെ പ്രശ്നത്തിന് പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ ഇന്നലത്തെ ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്രമൈസ് ആയിട്ടുണ്ട്. അവർക്കുള്ളത് അവർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരി എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം എന്ന് വെച്ചാൽ കിച്ചണിൽ ഒരു ടീമിനെ നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ ജിസേൽ അതിനകത്തില്ല. അപ്പോൾ ജിസേലിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവരാണ്. അപ്പോൾ ജിസേലും അനുമോളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിപ്പോൾ സംഭവിച്ചത്. ഇനി നമുക്ക് ആ ഒരു ഫുഡ് കഴിക്കുന്ന ആ ഒരു തീൻ മേശയിലേക്ക് വരാം. അവിടെ റെന ഫാത്തിമ, ബിന്നി, അതുപോലെ തന്നെ അക്ബറിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ല. ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ അനുമോളെ ഈ ഒരു മട്ടൻ കറി ഉണ്ടാക്കിയതിന്റെ പേരിൽ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അക്ബർ ആ ഒരു മട്ടൻ കറിയൊക്കെ അങ്ങോട്ട് ചവച്ച് കഴിക്കുന്നതിനൊരു സുഖം തോന്നുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ലൈവിൽ അത് സൂം ചെയ്ത് എടുത്ത് കാണിക്കുന്നുണ്ട് അക്ബറിന്റെ മുഖം. പിന്നെ ശാരികയും നെവിനാണെങ്കിൽ കിഴങ്ങ് മാത്രമേ കിട്ടിയുള്ളൂ, ആ മട്ടൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനം അനുമോള് നെവിനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. റെന ഫാത്തിമയുടെ കാര്യം പറയുകയാണെങ്കിൽ കോമഡിയാണ്. ഞാൻ ആ തമ്മിനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോയ്ക്കകത്തും കൂടി ഒന്നിട്ടേക്കാം. അതുപോലെ തന്നെ ബിന്നി നന്നായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് ആ കറി ചോദിച്ച് മേടിക്കുന്നുണ്ട്. നമ്മുടെ അനുമോളുടെ തൊട്ടടുത്ത് നിന്ന് റെന ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് നല്ല കൊതിയോടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇന്നലത്തെ ദിവസത്തെ ആ ഒരു സീൻ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു വിശേഷമായിട്ട് പറയാൻ തന്നെ വന്നത്. അതായത് റെനയ്ക്ക് വേണ്ടത് ആ ഒരു കൊഴുപ്പുണ്ടല്ലോ, മട്ടൻ്റെ ആ നെയ്യ്, അത് താന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിറകെ നടക്കുകയാണ്. അതായത് മട്ടൻ്റെ ആ ഒരു നെയ്യ് മാത്രമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കിഴങ്ങും ആകെ കൂടിയുള്ളത് സവാളയാണ് കൂടുതലുള്ളത്, പിന്നെ കിഴങ്ങും. അപ്പോൾ സവാളയും കിഴങ്ങും ഒക്കെ അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് ആ ഒരു മട്ടൻ്റെ കൊഴുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആ കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു കിണ്ണിയും കൊണ്ട് റെന വന്ന് എത്തി വലിഞ്ഞ് ആ സീറ്റിൽ നിന്ന് അനുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അനുവും റെനയും കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ഇവരുടെ ഈ ഒരു അവസ്ഥ ഓർത്ത് ചിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരുമാതിരിപ്പെട്ട ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. പിന്നെ ബിന്നിയാണെങ്കിൽ കൈ എത്തി ആ ഒരു ഫുഡ് മേടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ ഒരു മട്ടൻ കറിയുടെ മണമൊക്കെ നമുക്ക് കാണുമ്പോൾ അടിക്കും. അതേ കണക്ക് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മട്ടൻ കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ നെവിൻ്റെ ഒരു ഡയലോഗുണ്ട്. ഇതൊരു സെമിനാരിയായി, ഇപ്പോഴാണ് ഒരു സെമിനാരി ആയത്. അതായത് മട്ടൻ കറി വിളമ്പുന്ന സെമിനാരി.
അതാണ് എനിക്കിതിനകത്ത് പറയാൻ തോന്നിയത്. നല്ലൊരു സമയമായിരുന്നു ആ ഒരു ഉച്ചയ്ക്ക് അവരെല്ലാവരും. ഇന്നലെയും ഇതുപോലെയായിരുന്നു. ഇന്നും അനുമോൾ അത് അടിപൊളിയാക്കി. ഇന്നലത്തെ ദിവസം അനുമോളിന്റെ ഒപ്പം എല്ലാവരും നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ന് പക്ഷേ തുടക്കം തൊട്ട് രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്നതാണ് അനുമോള്. പിന്നെ അനീഷ് അനുമോൾക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുത്തു. പക്ഷെ പറഞ്ഞ കോംപ്ലിമെന്റ് ഒന്ന് ഇത്തിരി മാറിപ്പോയി. ഈ മട്ടൻ കറി ഉണ്ടാക്കിയല്ലോ, അപ്പം കറി, ആ ഡിഷ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കൊള്ളാം എന്നതിനുപരി അനുമോള് സൂപ്പറാണ് എന്നാണ്. അതും അറിയാതെ പറഞ്ഞു പോയതാണോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതാണോ എന്നറിയത്തില്ല. അനീഷ് ഇന്നലെയും അനുമോളിനെ ഇത്തരത്തിൽ അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു. ബാക്കി എല്ലാവരും അനുമോളെ മാത്രമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തില്ല, കിച്ചൺ ടീമിനെ അപ്രിഷിയേറ്റ് ചെയ്തു. പക്ഷെ അനീഷ് ഇന്നലെയും ഇന്നും അനുമോളെ സ്പെഷ്യലായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല ക്വാളിറ്റിയാണ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതുപോലെ തന്നെ അനീഷിന് മനസ്സിലാകുന്നുണ്ട്, അനീഷ് കളിക്കാൻ കൊണ്ടുവന്ന ഒറ്റപ്പെടൽ ഗെയിം ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അനുമോൾക്കാണ്. പക്ഷെ അനുമോൾ മനഃപൂർവ്വമായിട്ട് ആ ഒരു സ്ട്രാറ്റജി എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. സാഹചര്യങ്ങളെല്ലാം അനുമോൾക്ക് അനുകൂലമായി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ശരിക്കും ജിസേലിനെ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് അനുമോൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. മട്ടൻ കറിയെല്ലാം കഴിച്ച് ഇനി എല്ലാവർക്കും ഒന്ന് ഇത്തിരി മയങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എല്ലാവരും അവിടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ സരികയും നമ്മുടെ രേണുസുതിയെക്കുറിച്ച് സരികയും നൂറ, ആദില, ഷാനവാസ് ഇവരെല്ലാവരും കൂടെ ഇന്ന് സംസാരിക്കുന്നുണ്ട്. രേണു ഒരു പാവമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നത്തെ ദിവസം രേണുവിനെ ഈ കുറച്ചധികം കോണ്ടന്റുകൾ രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് കാരണം ആദിലയും നൂറയാണ്, അല്ലാതെ ഞാനല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ്മ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.